കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന നിപ്പ ബാധിതന്റെ പുതിയ പരിശോധനാ ഫലം നെഗറ്റീവ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ഫലം നെഗറ്റീവായത്. വിശദ പരിശോധനയ്ക്കായി സാമ്പിൾ പൂനെയിലേക്ക് അയക്കും. വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, ഏതായാലും ആശ്വാസകരമായ ഒരു വിവരമാണ് ഇപ്പോൾ വരുന്നത്. നിപ്പ രോഗബാധിതന്റെ പുതിയ പരിശോധനാ ഫലം ഇപ്പോൾ നെഗറ്റീവായിരിക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? കഴിഞ്ഞ 21 ദിവസമായി നിപ ബാധിച്ചതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന 43-കാരന്റെ പുതിയ പരിശോധനാ ഫലമാണ് ഇപ്പോൾ നെഗറ്റീവായിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അവിടെയുള്ള ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ഈ ഫലം നെഗറ്റീവാണ് എന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പായി സർക്കാരിന് പ്രഖ്യാപിക്കാൻ കഴിയില്ല. അതിന് പകരം ഇന്ന് ഈ ഒരു സ്രവ സാമ്പിളുകൾ, യുവാവിൻ്റെ സ്രവ സാമ്പിളുകൾ ശേഖരിച്ച് പുനെയിലെ വൈറോളജി ലാബിലേക്ക് അയക്കും. അവിടെ നിന്നും ഉള്ള പരിശോധന ഫലം കൂടി ലഭിച്ചാൽ മാത്രമേ ഈ ദേശീയ പ്രോട്ടോകോൾ പ്രകാരം സർക്കാരിന് ഈ യുവാവിൻ്റെ ഫലം നെഗറ്റീവാണ്, എങ്ങനെയാണ് നിപ്പ ബാധിതൻ്റെ അവസ്ഥ തുടങ്ങിയ കാര്യങ്ങൾ പ്രഖ്യാപിക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും പുതിയ പരിശോധനാ ഫലം നെഗറ്റീവായിരിക്കുന്നു എന്നുള്ളത് ഏറെ ആശ്വാസം നൽകുന്ന ഒരു വിവരം തന്നെയാണ്. അതിനപ്പുറത്തേക്ക് ഈ യുവാവിൻ്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ലാതെ തുടരുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നുമുണ്ട്. യുവാവിന് മറ്റു ചില രോഗങ്ങൾ കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ യുവാവിൻ്റെ നില മാറ്റമില്ലാതെ തുടരുകയാണ്. യുവാവ് ഇപ്പോഴും തീവ്ര പരിചരണ വിഭാഗത്തിൽ തന്നെ കഴിയുകയാണ്, വെന്റിലേറ്ററിലാണ് കഴിയുന്നത് എന്നുള്ളതാണ് ഡോക്ടർമാർ നൽകുന്ന സൂചന. അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മളെ സംബന്ധിച്ച് പ്രധാനമായും വരേണ്ടത് പൂനെയിലെ വൈറോളജി ലാബിൽ നിന്നുള്ള പരിശോധനാ ഫലമാണ്. ഇതിൽ പ്രാഥമികമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വൈറോളജി ലാബിൽ നടത്തിയ പരിശോധനാ ഫലം നെഗറ്റീവായിരിക്കുന്നു. ഇനിയിപ്പോൾ പൂനെയിലെ വൈറോളജി ലാബിലെ പരിശോധനാ ഫലം എന്തായിരിക്കും എന്നതിനെ കാത്തിരിക്കുകയാണ് ആരോഗ്യവകുപ്പും സർക്കാരും, ഒപ്പം തന്നെ നമ്മളടക്കമുള്ള പൊതുസമൂഹവും. തീർച്ചയായും, ഏതായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന നിപ ബാധിതന്റെ പുതിയ പരിശോധനാ ഫലവും നെഗറ്റീവായിരിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ഫലം നെഗറ്റീവായത്. വിശദ പരിശോധനയ്ക്കായി സാമ്പിൾ പൂനെയിലേക്ക് അയക്കും. റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്.